ഹായ്, ഇതെങ്ങനെയുണ്ട്? ഈ പിങ്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിങ്കല്ല ഉദ്ദേശിച്ചിരുന്നത്, പച്ചയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വരയ്ക്കാനൊക്കെ ആയിട്ട് എടുത്ത് വന്നപ്പോഴാണ് പച്ച സ്കെച്ച് പെന്നിൽ കുറച്ച് മഷിക്ക് കുറവുണ്ടെന്ന് തോന്നിയത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ട, പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോണ്ടി വന്നാലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും കളർ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറങ്ങി തിരിഞ്ഞ് തപ്പി പിടിച്ച് വന്നപ്പോൾ ലാസ്റ്റ് ഈ ഒരു കളറിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അങ്ങനെയാണ് ഈ ഒരു കളർ തിരഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ ഈ വരച്ചു കൂട്ടുന്നതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, വെറുതെ വട്ടം വരയ്ക്കുന്ന അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരയ്ക്കുന്നു. പക്ഷേ ഈ വട്ടം വരയ്ക്കാൻ ഞാൻ കഷ്ടപ്പാട് കുറേ കഴിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഹാൻഡായിട്ട് വട്ടം വരയ്ക്കുമ്പോൾ എൻ്റെ വട്ടങ്ങളും കൂടെ ഇങ്ങനെ വളഞ്ഞു പോയിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഇങ്ങനെ നമ്മുടെ കോമ്പസൊക്കെ വെച്ചിട്ട് വരച്ചു. പിന്നെ ഞാൻ ആലോചിച്ചൊരു വട്ടം വരയ്ക്കാൻ കോമ്പസിൻ്റെ ആവശ്യമുണ്ടോ. പിന്നെ ഞാനതൊക്കെ മാച്ച് കളഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും ഫ്രീ ഹാൻഡായിട്ട് വരച്ചു, വീണ്ടും വളഞ്ഞു പോയി. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ലാസ്റ്റ് ഇങ്ങനെ ഒരു വട്ടമായിട്ട് എടുത്തത്. സത്യം പറഞ്ഞാൽ ഈ വട്ടങ്ങളൊന്നും ശരിക്കുള്ള വട്ടങ്ങളായിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയും നമുക്ക് വട്ടങ്ങൾ വരയ്ക്കേണ്ടി വരുമല്ലോ. ആ സമയത്ത് നമ്മുടെ വട്ടങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല വട്ടങ്ങളാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഈ വട്ടങ്ങളൊക്കെ നിങ്ങളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഈ ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ ഈ പിങ്ക് കളർ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. സംഭവം സിമ്പിളാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ. ഈ വരച്ച് വെച്ചേക്കണതിനെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതൊരു അന്തം കുന്തം ഇല്ലാണ്ട് തുടങ്ങിയതാണ് കേട്ടോ. ഈ അന്തം കുന്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കരുതേ, അതിൻ്റെ പ്രത്യേകിച്ച് മീനിങ് ഒന്നും പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല കേട്ടോ. അതെ, ഞാനൊരു ഇലയാണ് ഉദ്ദേശിച്ചത്. വരച്ച് വന്നപ്പോൾ ഇലയൊക്കെ പോലെ തന്നെ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ഇലയുടെ ഉള്ളിൽ ഞാനിങ്ങനെ പൂവിൻ്റെ ഇതൾ പോലെ ഇതിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഭാഗത്തേക്കാണ് എൻ്റെ കൈ വഴങ്ങണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പും അത് ഫില്ല് ചെയ്യലാണ് നമ്മുടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലൊരു ഇല മുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ എപ്പോഴോ ആഡ് ചെയ്ത് വരച്ചതാണ് കേട്ടോ. ആ ഇല ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പിന്നെ അത് ഏതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ വരയ്ക്കുക. സത്യം പറയാമല്ലോ, എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ വരച്ചതായതുകൊണ്ട് പറയല്ല, എനിക്കിഷ്ടമായില്ല. പക്ഷേ ഞാനത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കൊക്കെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലും ഭംഗിയിലും വന്നിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം, ഇനി സമയമുണ്ടല്ലോ. നമ്മളങ്ങനെ വരച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള വരകളിൽ നമുക്ക് കൂടുതൽ മനോഹരമാക്കാം. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡൂഡിൽ ആർട്ട് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിട്ട് ഇരുന്നിട്ട് ചെയ്തതാണെന്നൊക്കെ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് പെൻ ഇല്ലാതെ ബ്ലൂ പെൻ വെച്ച് വരച്ചിട്ട് ഞാൻ എഫക്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ചെയ്ത ഒരു ആർട്ടാണിത്. അതുകൊണ്ട് തന്നെ ഇതും ബ്ലൂ പെൻ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാനത് എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇത് നല്ല ഉറക്കം കളഞ്ഞിരുന്ന് വരച്ച ഒരു ഇതായതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഉറങ്ങി വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില വരകളൊന്നും അങ്ങോട്ട് അത്ര ശരിയായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കുത്തി പിടിച്ചിരുന്ന് വരച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ വരച്ച് അത്യാവശ്യം സമയം എടുക്കും നമ്മളിങ്ങനെ വരച്ച് ഇങ്ങനെ വരാനായിട്ട് കേട്ടോ. ലാസ്റ്റ് ഇതിൽ പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നുമില്ല, ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യണേ. പക്ഷെ ലാസ്റ്റ് ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഫസ്റ്റ് വരച്ച് കൊടുത്ത വരകളുണ്ടല്ലോ, അതൊന്ന് കടുപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ കടുപ്പിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക്